പെസഹ വ്യാഴാചരണത്തിന്റെ ഭാഗമായി അടിമാലി മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ കുർബാനയും അനുബന്ധ ചടങ്ങുകളും നടന്നു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ നടന്ന പെസഹാദിന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് തേനമ്മാക്കൽ കാർമ്മികത്വം വഹിച്ചു. പെസഹ വ്യാഴാചരണത്തിന്റെ ഭാഗമായി പള്ളികളിൽ പ്രാർത്ഥനയ്ക്കായി വിശ്വാസികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. യേശുക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാന അത്താഴത്തിന്റെ സ്മരണയ്ക്കായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. പെസഹ വ്യാഴാചരണത്തിന്റെ ഭാഗമായി അടിമാലി മേഖലയിലെ വിവിധ ദേവാലയങ്ങളിൽ കുർബാനയും അനുബന്ധ ചടങ്ങുകളും നടന്നു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ നടന്ന പെസഹാദിന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് തേനമ്മാക്കൽ കാർമ്മികത്വം വഹിച്ചു. നിങ്ങളെന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ വാരാചരണം പെസഹ വ്യാഴത്തോടെ തീവ്രമാവുകയാണ്. ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും ആരാധനയും നടന്നു. വിശുദ്ധ ആഴ്ചയിലെ വിശുദ്ധ ബുധന് ശേഷവും ദുഃഖവെള്ളിക്കും മുൻപായി 5-ാം ദിവസമാണ് പെസഹ വ്യാഴം. പെസഹ വ്യാഴത്തിലെ അവസാന അത്താഴ കുർബാനയോടെ ഈസ്റ്റർ ത്രിദിനത്തിന് തുടക്കമാകുന്നു. ഈ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിൻ്റെ കഷ്ടാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി.